Hi all. Good evening. അപ്പോൾ നമ്മൾ ഇന്ന് MSc okay, fine. എന്ത് അമ്മ കണ്ടില്ല ക്ലേ, അമ്മ നോക്കിയെടുത്ത് തരാം കേട്ടോ. അപ്പം കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. ഞാൻ പറഞ്ഞത് നെറ്റ് ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ എല്ലാം എടുക്കുന്നത്. അപ്പൊ ഞാൻ ഇത് വളരെ പ്രത്യേകതയുണ്ട്. ഇയാള് പ്രഗ്നന്റ് ആയിരിക്കുമ്പം ഉപ്പായൊന്നുമില്ല കേട്ടോ ഞങ്ങക്ക്. ഇയാളെ പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതിയിട്ടുള്ള നോട്ടാണ് ഇത് കേട്ടോ. എനിക്ക് തോന്നുന്നൊരു 6 months അങ്ങനെയൊക്കെയുള്ള സമയത്താണ് ഞാനിത് എഴുതുന്നത്. ഇച്ചിരി പഴയതാണ്, പക്ഷെ ഞാൻ ഒത്തിരി റെഫർ ചെയ്ത് നെറ്റ് ഓറിയന്റഡ് ആയിട്ട് ഞാൻ ഒരു 3 or 4 ടെക്സ്റ്റ് ബുക്സ് ഞാൻ റെഫർ ചെയ്തിട്ട് എഴുതിയിട്ടുള്ള ഒരു നോട്ട് ബുക്കാണ്. സേ ഹായ്. ഓക്കെ, മേ ബി ആ സമയത്ത് പോലീസുകാരോട് മേ ബി ആ സമയത്ത് ഡിഗ്രിക്കുള്ളവർക്കൊക്കെ പരിചയം ഉണ്ടാവായിരിക്കും ഇയാളെ. കളിച്ചോട്ടെ, പോയിട്ട് ബൈ ബൈ, ക്ലാസ് എടുക്കട്ടെ. അപ്പം ഇൻട്രഡക്ഷൻ ടു കോഗ്നിറ്റീവ് സൈക്കോളജി. എന്താണ് കോഗ്നിറ്റീവ് സൈക്കോളജി? ശരിക്കും കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കൊഗ്നിഷൻ അല്ലെങ്കിൽ ബ്രെയിൻ ഓറിയന്റഡ് ആയിട്ട് നടക്കുന്ന മെന്റൽ ഫംഗ്ഷനെ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന വിഭാഗമാണ്. അതായത് തിങ്കിങ്, മെമ്മറി, പ്രോബ്ലം സോൾവിങ്, ഡിസിഷൻ മേക്കിംഗ്, ക്രിയേറ്റിവിറ്റി എല്ലാം ഇതിന്റെ അണ്ടറിലാണ് വരുന്നത്. നോക്കിയേ, കോഗ്നിറ്റീവ് സൈക്കോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ പെർസീവ്, ലേൺ, റിമെമ്പർ ആൻഡ് തിങ്ക് അബൌട്ട് ഇൻഫർമേഷൻ. ഒരു ഇൻഫർമേഷൻ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അത് അയാൾ എങ്ങനെ ഓർത്തു വെക്കുന്നു, അത് അയാൾ എങ്ങനെ പഠിക്കുന്നു എന്നൊക്കെ. ഇപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫാദർ അൾറിക് നെയ്സർ ആണ്. ഈ അൾറിക് നെയ്സർ എന്ന പേര് നിങ്ങൾ എങ്ങനെ പെർസീവ് ചെയ്യുന്നു, അത് നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു, ലേൺ ചെയ്യുന്നു, അത് നിങ്ങൾ എങ്ങനെ ഓർത്തു വെക്കുന്നു, ഇതിനെയൊക്കെ പറ്റി സയന്റിഫിക്കലി പഠിക്കുന്ന സ്റ്റഡീനെയാണ് നമ്മൾ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് വിളിക്കുന്നത്. It is the study of the way in which the brain process information. കാരണം ബ്രെയിൻ എങ്ങനെ ഒരു ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നു എന്നാണ് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ പഠിക്കുന്നത്. It includes the mental process involved in perception, learning and memory storage, thinking and language. കണ്ടോ എന്തൊക്കെയുണ്ട് കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ? ബ്രെയിൻ എങ്ങനെയാണ് ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യുന്നത്. നമ്മുടെ ബ്രെയിൻ ഒരു ഇൻഫർമേഷൻ, അബ്ദുൽ നാഫി സൈക്വസ്റ്റ, ഇതൊരു ഇൻഫർമേഷൻ ആണ്. ഇത് നിങ്ങൾ എങ്ങനെ എന്താണ് ബ്രെയിനിൽ ഇത് പ്രോസസ് ചെയ്യുന്നു. അതില് പെർസെപ്ഷൻ ഉണ്ട്, ലേണിംഗ് ഉണ്ട്, മെമ്മറി സ്റ്റോറേജ് ഉണ്ട്, തിങ്കിങ് ഉണ്ട്, ലാംഗ്വേജ് ഒക്കെ അതിനണ്ടറിലാണ് വരുന്നത്. ഇനി ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ആയാൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുക? A cognitive psychologist might study what? How people perceive various shapes. എങ്ങനെയാണ് ഷേപ്സ്, വേരിയസ് ഷേപ്സ് 3D ആയിട്ടും 2D ആയിട്ടൊക്കെ പെർസീവ് ചെയ്യുന്നത്. Why they remember some facts but forget others. എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ മറന്നു പോകും. How they learn language. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് പഠിക്കുക. എന്തൊക്കെയാണ്? ഹൗ പീപ്പിൾ പെർസീവ് വേരിയസ് ഷേപ്സ്, അല്ലെങ്കിൽ ഒരു സാധനം എങ്ങനെ പെർസീവ് ചെയ്യുന്നത്, ചിലത് ഓർത്തു വെക്കുന്നു, ചിലത് മറന്നു പോകും. എങ്ങനെയാണ് ഒരു മനുഷ്യൻ ലാംഗ്വേജ് പഠിക്കുന്നത്, ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് പഠിക്കുക. ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി അൾറിക് നെയ്സർ ആണ്. എനിക്കറിയില്ല പ്രൊണൗൺസിയേഷൻ ഇത് തന്നെയാണ്. ഞാൻ പണ്ട് മുതലേ അൾറിക് നെയ്സർ എന്നാണ് പറയുന്നത്. അപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജി എന്താണ്? പെർസെപ്ഷൻ, ലേണിംഗ്, മെമ്മറി, അതുപോലെ തിങ്കിങ്, ലാംഗ്വേജിനൊക്കെ പറ്റി സയന്റിഫിക്കലി പഠിക്കുന്നതാണ്. ആൻഡ് ഫാദർ ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി അൾറിക് നെയ്സർ ആണ്. ഓക്കെ ആണോ? പറഞ്ഞേ ഓക്കെ ആണോ എന്ന് പറയണേ. ഓക്കെ ആണോ? വെരി ഗുഡ്. നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം കേട്ടോ. ഇനി ഹിസ്റ്റോറിക്കൽ ആന്റിസിഡന്റ് ഓഫ് കോഗ്നിറ്റീവ് സൈക്കോളജി നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് ആണ്. അഗെയിൻ നമുക്കിത് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാറുണ്ട്. അപ്പൊ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ബ്രീഫ് ബട്ട് പവർഫുൾ ആയിട്ടുള്ള ഹിസ്റ്ററി ആണ് കേട്ടോ. A complete treatise on how modern cognitive psychology has evolved over the course of human history could fill several volumes and would obviously be beyond our scope. ഒത്തിരി ഉണ്ട്. അതായത് ഒരു കംപ്ലീറ്റ് ട്രീറ്റിസ് ഉണ്ട് എന്ത് കോഗ്നിറ്റീവ് സൈക്കോളജി. അത് മനുഷ്യൻ ഉത്ഭവിച്ച നാളെ മുതലുണ്ട്. പക്ഷെ അത് മൊത്തത്തിൽ ഉൾക്കൊള്ളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം. അപ്പൊ ചില ആന്റിസിഡൻസ് ആക്കിയിട്ട് നമ്മൾ തരംതിരിച്ചിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ഫസ്റ്റ്. അത് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഫിലോസഫൽ ആന്റിസിഡൻസ് ഉണ്ട്. ഫിലോസഫൽ ആന്റിസിഡൻസിൽ റാഷണലിസം വരുന്നുണ്ട്, അതുപോലെ എംപിരിസിസം വരുന്നുണ്ട്, നേറ്റിവിസം വരുന്നുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ ആന്റിസിഡൻസ് ആണ്. സൈക്കോളജിക്കൽ ആന്റിസിഡൻസിൽ വരുന്നത് സ്ട്രക്ചറലിസം വരുന്നുണ്ട്, അതുപോലെ തന്നെ ഫങ്ഷണലിസം വരുന്നുണ്ട്, അതുപോലെ തന്നെ അസോസിയേഷനിസം വരുന്നുണ്ട്,
നാലാമത്തെ ബിഹേവിയറിസം വരുന്നുണ്ട്. അഞ്ചാമത്തത് ജസ്റ്റാൾട്ട് സൈക്കോളജി വരുന്നുണ്ട്. ആറാമത്തത് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ഡിഫറൻസും വരുന്നുണ്ട്. പിന്നുള്ളത് കോഗ്നിറ്റീവ് റെവല്യൂഷൻ. കോഗ്നിറ്റീവ് റെവല്യൂഷൻ വരുന്നുണ്ട്. ഇത്രയുമാണ് വരുന്നത്. അപ്പൊ മെയിൻ ആയിട്ട് 2 ആന്റിസിഡൻസ് ആണ് നോക്കാനുള്ളത്. ഒന്ന് ഫിലോസഫിക്കൽ ആന്റിസിഡൻസും പിന്നെ സൈക്കോളജിക്കൽ ആന്റിസിഡൻസും. അപ്പൊ അറിയാലോ, പണ്ട് കാലത്ത് സൈക്കോളജി അല്ല, ഫിലോസഫിന്റെ അണ്ടറിലാണ് സൈക്കോളജി ഉണ്ടായിരുന്നത്. അപ്പം നമ്പറില്ല, കഴിഞ്ഞ പോണം. വിളിക്കാൻ എനിക്ക് നമ്പറില്ല. അപ്പൊ ആദ്യം വേണ്ടി പറയാൻ പോകുന്നത് ഫിലോസഫിക്കൽ ആന്റിസിഡൻസ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് റാഷണലിസം. റാഷണലിസം എന്താണ്? നമ്മുടെ മൈൻഡ് ആക്റ്റീവായിട്ട് നോളജ് അക്വയർ ചെയ്യുന്നുണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു ആൾഡ്രിക് നേച്ചർ അല്ലെങ്കിൽ പിന്നെ കോഗ്നിറ്റീവ് സൈക്കോളജി എന്നുള്ള കാര്യം, അല്ലെങ്കിൽ വേണ്ട ഒരു നോളജ് ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഉണ്ടാക്കിയതാണ്, അത് ഞാൻ ഗർഭിണി ആയിരിക്കുമ്പോൾ കൈവച്ച് എഴുതി ഉണ്ടാക്കിയതാണ് ഒരു നോളജ്. കണ്ടോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ഓരോ നിമിഷവും മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്ന് അക്വയർ ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് റാഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, റാഷണലിസം മീൻസ് മൈൻഡ് ഇസ് ആക്റ്റീവ്ലി ഇവോൾവ് ഇൻ അറ്റൈൻമെന്റ് ഓഫ് നോളജ്. മൈൻഡ് എപ്പോഴും നോളജ് ആക്റ്റീവായിട്ട് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന ഫിലോസഫിയാണ് റാഷണലിസം. 2 ടൈപ്പ് റാഷണലിസം ഉണ്ട്. അതായത് മൈൻഡ് എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്? പിന്നെ നോളജ് അക്വയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ 2 രീതിക്കാണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് നേറ്റിവിസം. അതായത് ഈ നോളജ് അക്വയർ ചെയ്യുന്നത് ഇന്നേറ്റ് ആണ് അല്ലെങ്കിൽ ഇൻബോൺ ആണ്. അതായത് ഒരാൾ ജനിക്കുമ്പോഴേ ആ കഴിവൊക്കെ ഉണ്ട്, ഇന്നേറ്റ് ആണ്, ഇൻബോൺ ആണെന്ന് പറയുന്നതാണ് എന്ത്? റാഷണലിസം. റാഷണലിസിലായിട്ടുള്ള നേറ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ, നേറ്റിവിസം എന്ന് പറയുന്നത് നോളജ് ഇസ് ഇന്നേറ്റ്. ഒന്നും കൂടി പറയാണ്, മൈൻഡ് ആക്റ്റീവായിട്ട് നോളജ് അക്വയർ ചെയ്യുന്നുണ്ട് എന്ന ഫിലോസഫിയാണ് റാഷണലിസം. 2 രീതിയിലാണ് മൈൻഡ് നോളജ് അക്വയർ ചെയ്യുന്നത്. ഒരു കൂട്ടർ പറയുന്നത് എന്താ? മൈൻഡ് തന്നെത്താലെ, അതായത് ഇന്നേറ്റ് ആണെന്നാണ് പറയുന്നത്. ഈ ഇന്നേറ്റ് അണ്ടറിൽ വരുന്ന ഒരാളാണ് പ്ലാറ്റോ. വളരെ പ്രൊമിനന്റ് ആയിട്ട് ഇന്നേറ്റ് ആയിട്ടാണ് നമ്മൾ പിന്നെ നോളജ് അക്വയർ ചെയ്യുന്നത് പറഞ്ഞ ആളാണ് പ്ലാറ്റോയാണ്. വാസ് എ നേറ്റിവിസ്റ്റ്. നേറ്റിവിസ്റ്റിൽ വിശ്വസിക്കുന്നവരെ നമ്മൾ വിളിക്കുക നേറ്റിവിസ്റ്റ് എന്നാണ്. ബിക്കോസ് ഹി ഫെൽറ്റ് നോളജ് വാസ് ഇൻബോൺ. റൂട്ട് ഓഫ് ടു നോളജ് ഇസ് ത്രൂ തിങ്കിങ് ആൻഡ് ലോജിക്കൽ അനാലിസിസ്. കണ്ടോ, നോളജിലേക്കുള്ള റോട്ട് തിങ്കിങ്ങും ലോജിക്കൽ അനാലിസിസ് ഒക്കെ ആണ്. അത് ഇന്നേറ്റ് ആണെന്നാണ് പ്ലാറ്റോ പറഞ്ഞത്. അതുപോലെ തന്നെ നോ എക്സ്പെരിമെന്റ്സ് ടു ഡെവലപ്പ് ന്യൂ നോളജ്. പക്ഷെ എക്സ്പെരിമെന്റ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ന്യൂ നോളജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്ലാറ്റോ എന്താണ്? നേറ്റിവിസ്റ്റ് ആണ്, നോളജ് ഇന്നേറ്റ് ആണ്. അതുപോലെ നോളജ് ഇന്നേറ്റ് ആണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ആര്? റെനെ ഡെക്കാർട്ടെ എന്ന് പറയും. അദ്ദേഹം ഒരു ഫ്രഞ്ച് റാഷണലിസ്റ്റ് ആണ്. അദ്ദേഹവും നേറ്റിവിസ്റ്റ് ആണ്. ഇൻട്രോസ്പെക്റ്റീവ് റിഫ്ലക്റ്റീവ് മെത്തേഡ് സുപ്പീരിയർ ടു എംപെറിക്കൽ മെത്തേഡ് എന്നാണ് പറഞ്ഞത്. അതായത് എംപെറിക്കൽ മെത്തേഡിനെക്കാളും, അതായത് എംപെറിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സയന്റിഫിക്കലി നമ്മൾ റിസർച്ച് ഒക്കെ ചെയ്ത് പഠിക്കുക, അതിനേക്കാളും ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡാണ് സുപ്പീരിയർ എന്ന് പറഞ്ഞ ആളാണ് ആര്? റെനെ ഡെക്കാർട്ടെ എന്ന് പറയുന്നത്. അതായത് ഇൻട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തനെ പറ്റി നമ്മൾ തന്നെ ഉരുവിട്ട് നമ്മൾ തന്നെ അതിനെ പഠിക്കുന്നതിനെയാണ് ഇൻട്രോസ്പെക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലെ കാര്യം നമ്മൾ തന്നെ റിഫ്ലക്ട് ചെയ്യുക. അതാണ് എംപെറിക്കൽ മെത്തേഡിനെക്കാളും നല്ലത് എന്ന് പറഞ്ഞൊരു ഫ്രഞ്ച് റാഷണലിസ്റ്റ് ആൻഡ് നേറ്റിവിസ്റ്റ് ആണ് ആര്? റെനെ ഡെക്കാർട്ടെ. കമ്മിങ് ടു ഫസ്റ്റ് ടോപ്പിക്, മൈൻഡ് ആക്റ്റീവായിട്ട് നോളജ് അക്വയർ ചെയ്യുന്നുണ്ട് ഫിലോസഫിയാണ് റാഷണലിസം. റാഷണലിസത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും റാഷണലിസ്റ്റുകളാണ്. ഇനി റാഷണലിസ്റ്റുകൾ നമുക്ക് 2 ആയിട്ട് തരംതിരിക്കാം. ആരൊക്കെയാണ്? നോളജ് അക്വയർ ചെയ്യുന്നത് ഇന്നേറ്റ് എന്ന് പറയുന്നവരാണ് ഒരു കൂട്ടർ. അവരാണ് നേറ്റിവിസം ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന നേറ്റിവിസ്റ്റുകളിൽ. അതിൽ പ്രൊമിനന്റ് ആയിട്ടുള്ള 2 വ്യക്തിത്വങ്ങളാണ് പ്ലാറ്റോ ആൻഡ് റെനെ ഡെക്കാർട്ടെ. ഓക്കെ ആണോ? ഈ റെനെ ഡെക്കാർട്ടയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കോട്ടാണ്, ഐ തിങ്ക് and I exist. ചിന്തിക്കൊണ്ട് ഞാൻ ഉണ്ടെന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ ഓക്കെയാണോ? ഇനി രണ്ടാമത്തെ റാഷണലിസം ആണ് എംപിരിസിസം എന്ന് പറയുന്നത്. അതായത് ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ ബ്ലാങ്ക് സ്ലേറ്റ് ആണ്. ആ എല്ലാം ആ കുട്ടിക്ക് ഒന്നും നോളജ് ഒക്കെ എന്തെവിടുന്ന് കിട്ടാണ്? എക്സ്പീരിയൻസിലൂടെ, പിന്നെ എൻവയോൺമെന്റിൽ നിന്ന് കിട്ടുകയാണെന്ന് പറയുന്ന രണ്ടാമത്തെ ഫിലോസഫിയാണ് എംപിരിസിസം എന്ന് പറയുന്നത്. ഓക്കെ, നോളജ് കംസ് ഫ്രം ഇൻഡിവിജ്വൽസ് ഓൺ എക്സ്പീരിയൻസ്, ദാറ്റ് ഇസ് ഫ്രം ദ എംപെരിക്കൽ ഇൻഫർമേഷൻ ദാറ്റ് പീപ്പിൾ കളക്ട് ഫ്രം ദിയർ സെൻസ് ആൻഡ് എക്സ്പീരിയൻസ്. കണ്ടോ, നോളജ് കം ഫ്രം ഇൻഡിവിജ്വൽസ് ഓൺ എക്സ്പീരിയൻസ്. ഇന്നേറ്റ് ആയിട്ട് ഒരു സാധനവും ഇല്ല, എല്ലാം അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് വരുന്നതാണ്.
അതായത് from the empirical information that people collect from their senses and experience. സെൻസ് ഓർഗനിൽ നിന്നും അവരുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർ കളക്ട് ചെയ്യുന്നതാണ് ഓരോ ഇൻഫർമേഷനും എന്നാണ്. ഇറ്റ് വോണ്ട് ഹേർട്ട് യു സാധു. ഹേർട്ട് ചെയ്യില്ല കേട്ടോ, കുഞ്ഞു കളിച്ചോ. Empiricists accordingly believe. Thank you, Sadhu. Yummy. Thank you. ഓക്കെ, അപ്പൊ എനിക്ക് ജ്യൂസ് ഉണ്ടാക്കി തരും, പത്തിരിയും കറി ഉണ്ടാക്കി തരും. മേ ബി എന്റെ സ്റ്റാറ്റസ് കാണുന്നവർക്ക് അറിയാം, രാത്രി കിച്ചണിലും ഫുൾ പാചകമാണ്. ഇറ്റ്സ് വെരി എന്താ പറയാ ഇൻട്രസ്റ്റ് ഇൻ കുക്കിംഗ്. അപ്പൊ നോക്കാം വലുതായാലൊക്കെ ഉണ്ടാവും. അപ്പം എംപിരിസിസ്റ്റ് അക്കോർഡിംഗ്ലി ബിലീവ്, കണ്ടോ, അതവൻ എൻവയോൺമെന്റിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. ഇവിടെ എല്ലാവരും കുക്ക് ചെയ്യും. ആ ഒരു സമയം നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്ന ഒരു സമയമാണ്. നമ്മൾ പണിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഒന്നിച്ച് കുക്ക് ചെയ്യുന്നതും ആ സമയത്ത് നമ്മൾ കുക്കിംഗ്. അവിടെ തന്നെയാണ് ടി വി ഒക്കെ ഉള്ളത്. ഇപ്പൊ ഇതിന്റെ പുറകുവശത്ത് കിച്ചണും ടി വി ഏരിയ കൂടെയാണ്. അപ്പൊ നമ്മളൊരു വളരെ എന്താ പറയാ ഒരു നല്ല മൊമെന്റ്സ് ആണ്. അപ്പൊ പുള്ളി ഇത് വാച്ച് ചെയ്യുന്നുണ്ടാവും. സോ ഞാൻ പണി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം അവന്റെ കൂടെ ഇരുന്ന് അവന്റെ കുക്കിംഗ് ആസ്വദിക്കണം. ഡെയിലി എനിക്ക് പല പല ഫുഡൊക്കെ ഉണ്ടാക്കി തരും. ആൻഡ് എണീറ്റ് ഇരുന്ന് കഴിക്കണം. അപ്പൊ ഞാൻ ചിലപ്പോൾ ബുക്കൊക്കെ വായിച്ച് കിടക്കാണെങ്കിൽ പറയും എണീറ്റിരിക്കുക. യെസ്, all these are he acquired. I think acquired from his experiences. Empiricists accordingly believe that environment plays a powerful role in determining one's intellectual abilities. അപ്പോൾ എൻവയോൺമെന്റിന് ഒരു റോൾ ഉണ്ട്, അല്ലെങ്കിൽ ഒരു കുട്ടി ഇതൊക്കെ പഠിച്ചെടുക്കുന്നത് അവന്റെ എക്സ്പീരിയൻസിലൂടെയാണെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. അതാണ് എംപിരിസിസം. അതിൽ വിശ്വസിക്കുന്നവരെ എംപിരിസിസ്റ്റ് എന്നാണ് പറയുന്നത്. അരിസ്റ്റോട്ടൽ വാസ് എൻ എംപിരിസിസ്റ്റ്. പ്ലാറ്റോയുടെ സ്റ്റുഡന്റ് ആയിരുന്നു അരിസ്റ്റോട്ടൽ. അലക്സാണ്ടർ ദ ഗ്രേറ്റിന്റെ ടീച്ചറുമായിരുന്നു. പ്ലാറ്റോയുടെ സ്റ്റുഡന്റ് അരിസ്റ്റോട്ടൽ, അരിസ്റ്റോട്ടലിന്റെ സ്റ്റുഡന്റ് ആണ് അലക്സാണ്ടർ ദ ഗ്രേറ്റ്. According to Aristotle, individual acquire knowledge via empirical evidence, obtain evidence through experiment and observation. അത് ഇന്നേറ്റ് ആയിട്ട് ഒന്നുമില്ല, എല്ലാം എവിഡൻസിലൂടെയും എക്സ്പെരിമെന്റിലൂടെയും ഒബ്സർവേഷനിലൂടെയും കിട്ടുന്നതാണ്. അപ്പൊ പ്ലാറ്റോൺ എക്സ്പെരിമെന്റിന് ഒരു പ്രാധാന്യമില്ല, ഒക്കെ ഇന്നേറ്റ് ആണ്. പക്ഷെ ഇവിടെ അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ എംപിരിസിസിലേക്ക് വരുമ്പോൾ എന്താ, എക്സ്പെരിമെന്റ് ചെയ്ത് ഒബ്സർവ് ചെയ്തിട്ടെല്ലാം പഠിച്ചെടുക്കുകയാണ്. He designed experiment and conducted studies to explore ഹ്യൂമൻ മൈൻഡ്സ്. ഹി ഡിസൈൻ എക്സ്പെരിമെന്റ്, അദ്ദേഹം എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്തു, സ്റ്റഡീസ് കണ്ടക്ട് ചെയ്തു ഹ്യൂമൻ മൈൻഡ്സിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ എംപിരിസിസ്റ്റ് ആണ് ജോൺ ലോക്ക്. ദിസ് നെയിം ഭയങ്കരമായിട്ട് പ്രൊമിനന്റ് ആണ്, ബിക്കോസ് ടാബുല റാസ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവന്നത് ജോൺ ലോക്ക് ആണ്. അദ്ദേഹത്തിന്റെ ഫിലോസഫിയാണ് ടാബുല റാസ. Humans are born without knowledge and must seek knowledge through empirical observation. ഒബ്സർവേഷനിലൂടെയാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ എക്സ്പീരിയൻസിലൂടെയാണെന്നാണ് ജോൺ ലോക്കും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നേറ്റിവിസം ഇൻബോൺ, എംപിരിസിസം ഫ്രം എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പീരിയൻസ്. നിങ്ങൾ ഇതിലേതിലാ വിശ്വസിക്കുന്നത്? ഇങ്ങനെ എന്താ പറയാ ഡിസ്കഷൻ ഒക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ പിന്നെ MSc കാരായി 2 വർഷം കഴിഞ്ഞ സൈക്കോളജിസ്റ്റ് ആണ്. നിങ്ങൾ ഇതിലേതിലാ വിശ്വസിക്കുന്നത്? എനിബഡി? രണ്ടും ഉണ്ട്, ഇൻബോൺ ഉണ്ടാവും. യെസ്. കണ്ടംപററി സൈക്കോളജി പറയുന്നത് നേറ്റിവിസവും എംപിരിസിസും മിക്സ് ആയിട്ടാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ജനിച്ചു വീഴുന്ന കുഞ്ഞിന്റെ കണ്ണിലേക്ക് നമ്മൾ ഊതിക്കൊടുത്താൽ കുഞ്ഞ് കണ്ണടയ്ക്കും. അത് കുഞ്ഞിനെ ആരും പഠിപ്പിച്ചില്ല, ഇൻബോൺ ആണ്. ഒരു കുഞ്ഞ്, ഇപ്പൊ കേരളത്തിലുള്ള കുഞ്ഞ് അമ്മയെന്നും, പിന്നെ ഒരു വെസ്റ്റിലുള്ള കുട്ടി മോമി എന്നും, അല്ലെങ്കിൽ പിന്നെ ഒരു തമിഴ്നാട്ടിലെ കുട്ടി തായേ എന്നും, അല്ലെങ്കിൽ ഒരു എന്താ പറയാ അങ്ങനെ വിളിക്കാനുള്ള കാരണം എന്താണ്? എക്സ്പീരിയൻസ് ആണ്, അല്ലെ? ഉമ്മ, അമ്മ എല്ലാം വിളിക്കുക അവരുടെ എക്സ്പീരിയൻസിൽ നിന്നാണ്. സോ കണ്ടംപററി സൈക്കോളജി പറയുന്നത് എന്താണ്? ഇന്നേറ്റ് ആയിട്ട് നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നുണ്ട് ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഓൾസോ, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ് ഓൾസോ വി അക്വയർ നോളജ്. അതായത് ത്രൂ എക്സ്പെരിമെന്റ്, ഒബ്സർവേഷൻ ഉണ്ട്. അതേസമയം ഇൻബോൺ ആയിട്ടും നമ്മൾ അക്വയർ ചെയ്യുന്ന. ഓക്കെ ആണോ? ഫിലോസഫിക്കൽ ആന്റിസെഡൻസില് റാഷണലിസം, നേറ്റിവിസം, എംപിരിസിസം. റാഷണലിസത്തില് നോളജ് ഉമ്മ വന്നിട്ട് റെഡിയാക്കി തരാട്ടോ. അപ്പൊ റാഷണലിസം എന്ന നോളജ് ഞങ്ങൾ അക്വയർ ചെയ്യുന്നുണ്ട്. അതില് നേറ്റിവിസം പറഞ്ഞത് അത് ഇൻബോൺ ആണ്. അതിന്റെ അണ്ടറിൽ പ്ലാറ്റോയും അതുപോലെ തന്നെ റെനെ ഡെക്കാർട്ടും. പിന്നെ എംപിരിസിസം പറയുന്നത്
ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്സ്. അതിനെ ഫോളോ ചെയ്യുന്നവർ അരിസ്റ്റോട്ടിലും ജോൺ ലോക്ക്. ഓക്കെ ആണോ? ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനിയാണ് സൈക്കോളജിക്കൽ ആന്റിസിഡൻസ് ആയിട്ട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് അറിയാലോ, ഒരു 19ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 18ാം നൂറ്റാണ്ട് കഴിയുന്നവരെ 1870 വരെ ഫിലോസഫിയുടെ ഫിസിയോളജിന്റെ അണ്ടറിലൊക്കെ ഒരു കുട്ടിയായിട്ടായിരുന്നു ആരിരുന്നിട്ടുണ്ടായിരുന്നത്, നമ്മുടെ സൈക്കോളജി ഇരുന്നിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മുടെ പിന്നെ വില്യം വൂണ്ട് ഒരു ലാബ് തുറക്കുന്നതും ഇങ്ങനെ ഒറ്റപ്പെട്ടി ഇതിന്റെ അണ്ടറിൽ ഇരിക്കേണ്ട അല്ല സൈക്കോളജി, ഒരു ഇൻഡിപെൻഡന്റ് ഡിസിപ്ലിൻ ആക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൊണ്ടുവരണം. സൈക്കോളജി ആയ ശേഷമുള്ള കോഗ്നിഷൻ അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ റെവല്യൂഷൻ ആണ് പറഞ്ഞു പോകുന്നത്. Only in last 120 years have central cognitive issues such as the nature of mind and the nature of information in mind been seen as amenable to scientific psychological investigation. വെറും 120 വർഷം ആവുന്നുള്ളൂ മൈൻഡിൽ കൂടെ കടന്നു പോകുന്ന ഇൻഫർമേഷന്റെ നേച്ചറും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ സയന്റിഫിക്കലി പഠിക്കാൻ തുടങ്ങിയിട്ട് വെറും 120 വർഷങ്ങളാവുന്നുള്ളൂ. അതായത് 1870. 120 കുറച്ചുകൂടെ കഴിഞ്ഞു. അപ്പം indeed, until the 1970s, no one really thought to ask whether actual data could help resolve any of these questions. When people began doing so, experimental psychology was born. അതായത് 1870 വരെ ആർക്കും അറിയില്ല എന്താണ് മൈൻഡിനെ പഠിക്കാൻ പറ്റുമെന്നോ, നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ സയന്റിഫിക്കലി പറ്റുമെന്നോ. ആര് അതിനെ ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് പഠിക്കാനും തുടങ്ങിയോ, അവിടെ എക്സ്പെരിമെന്റൽ സൈക്കോളജി, അതായത് മൈൻഡ് ഒരു വസ്തുവായിട്ട് പഠിക്കാൻ തുടങ്ങുന്നിടത്ത് എക്സ്പെരിമെന്റൽ സൈക്കോളജി ജനിക്കപ്പെടുകയാണ്. എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ആയിക്കോട്ടെ, സൈക്കോളജിയുടെ ആയിക്കോട്ടെ, സ്ട്രക്ചറലിസത്തിന്റെ ആയിക്കോട്ടെ, എല്ലാത്തിന്റെയും ഫാദർ വില്യം വൂണ്ടാണ്. The different schools of experimental psychology that lay to foundation of cognitive psychology today are. ഇനി കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് ഫൗണ്ടേഷൻ ആയിട്ടുള്ള സൈക്കോളജിയുടെ സ്കൂൾ ഓഫ് തോട്ട്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ക്ലാസ് ആണ് ഒരു മിനിറ്റ്, ക്ലാസ്സിലാണ്. അപ്പൊ ആകെ 120 വീട്ടിലാട്ടോ, മഴ കാരണം വീട്ടിൽ വന്ന, ഇവിടെ ഫുൾ ആൺകുട്ടികളുടെ പടയാണ്. അപ്പൊ 120 years ആയിട്ടുള്ളൂ കോഗ്നിറ്റീവ് ഇഷ്യൂസും നേച്ചർ ഓഫ് ദി മൈൻഡും ഒക്കെ ശരിക്കും ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങായിട്ട്. 1870 വരെ ആരും ഇതിനെ പറ്റി ചിന്തിച്ച് മൈൻഡിനെ ഇങ്ങനെ എടുത്ത് പഠിക്കാന്ന് ബോധോട് കൂടെ ആയിരുന്നില്ല. അവിടെയാണ് എക്സ്പെരിമെന്റൽ സൈക്കോളജി ജനിക്കപ്പെടുന്നതും കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് റൂട്ട് വരുന്നത്. ഇനി കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് റൂട്ടായി മാറിയിട്ടുള്ള സൈക്കോളജിയുടെ സ്കൂൾ ഓഫ് തോട്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് Structuralism. Structuralism is the first major school of psychology. It seeks to understand structure of mind. Mindന്റെ സ്ട്രക്ചർ പഠിച്ചാൽ മതി സൈക്കോളജിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഉത്ഭവിച്ചു വന്ന ഒരു സ്കൂൾ ഓഫ് തോട്ട് ആണ് സ്ട്രക്ചറലിസം. ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം വൂണ്ടാണ് സ്ട്രക്ചറലിസത്തിന്റെ ഫാദർ, സൈക്കോളജിയുടെ ഫാദർ, എക്സ്പെരിമെന്റൽ സൈക്കോളജിയുടെ ഫാദർ. ഇതൊക്കെ ആരാണ്? ജർമ്മൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള വില്യം വൂണ്ട്. താനൊരു സൈക്കോളജിസ്റ്റ് ആണെന്ന് ആദ്യമായിട്ട് ഒരാളെ ഞാൻ സൈക്കോളജിസ്റ്റ് ആണെന്ന് അഡ്രസ് ചെയ്യുന്നത് പോലും വില്യം വൂണ്ടാണ്. Historians often date the founding of the actual field of psychology back to 1879, birth year of psychology, when William Wundt converted a laboratory into the first institute for research experimental psychology. അദ്ദേഹം ഒരു ലാബ് ഉണ്ടാക്കാണ് സൈക്കോളജി എക്സ്പെരിമെന്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി. 1879 1879 സൈക്കോളജിയുടെ ബർത്ത് ഇയർ ആയിട്ട് അറിയപ്പെടുന്ന. അതുവരെ അതൊരു ഇൻഡിപെൻഡന്റ് ഒരു ഡിസിപ്ലിൻ ആയിരുന്നില്ല. ഫിലോസഫിയുടെ അണ്ടറിലുള്ള കുറച്ച് സ്കോളേഴ്സ് സൈക്കോളജിയെ പറ്റി പഠിക്കുന്നുണ്ട്, ഫിസിയോളജിയുടെ അണ്ടറിലുള്ള കുറച്ച് സ്കോളേഴ്സ് പഠിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഇതിനായിട്ടൊരു ലബോറട്ടറി ഓപ്പൺ ചെയ്യാണ്, അവിടെ വെച്ചിട്ട് സൈക്കോളജി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളെ ലാബ് കണ്ടിട്ടുണ്ടോന്നും വൂണ്ടിനെ കണ്ടിട്ടുണ്ടോന്നും അറിയില്ല. സേപ്പിൽ ഉള്ളവർക്ക് അറിയാൻ മതിയാവും. നമ്മളെ സേപ്പിൾ സ്റ്റുഡൻസിന് നമ്മൾ അത് കൃത്യമായിട്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നതാണ്. ഒരു മിനിറ്റ്. ഇതാണ് വില്യം വൂണ്ട്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ലബോറട്ടറി എന്ന് പറയുന്നു. ഇതായിരുന്നു കേട്ടോ.
Wundt wanted to establish a science of mind to discover the laws and principles that explain our immediate conscious experience. Note the point. കോൺഷ്യസ് എക്സ്പീരിയൻസ്, അതായത് ഉണർന്നിരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങളെ പറ്റി മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി. അതായത് അതാണ് സൈക്കോളജി. അതായത് നമ്മുടെ കോൺഷ്യസ് എക്സ്പീരിയൻസ്. ഇപ്പൊ ഞാൻ ഉണർന്നിരിക്കുന്നത് എന്റെ പേര് അഫയാണ്, ഞാനിപ്പോ ഉള്ളത് ഒത്തോളിക്കോളിയായിട്ട് എന്നുള്ള സ്ഥലത്ത് എന്റെ വീട്ടിലാണ്. ഞാനിപ്പം MSc ഫസ്റ്റ് ഇയേഴ്സിന് കോഗ്നിറ്റീവ് സൈക്കോളജി ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ക്ലിനിക് ഉണ്ട്, ഞാൻ അവിടെ നിന്ന് വന്നതാണ്, ഇന്നത്തെ കേസ് ഇന്നതാണ്. അതൊക്കെ ഒരു കോൺഷ്യസ് എക്സ്പീരിയൻസ് ആണ്. ഇതിനെ പറ്റി മാത്രം പഠിച്ചാൽ മതി. ഈ കോൺഷ്യസ് എക്സ്പീരിയൻസിന്റെ സയൻസിനെയാണ് അദ്ദേഹം സൈക്കോളജി എന്ന് വിളിച്ചത്. In particular, Wundt wanted to identify the simplest essential unit of the mind. അതായത് മൈൻഡിന്റെ സിമ്പിൾ ആയിട്ടുള്ള എസെൻഷ്യൽ യൂണിറ്റ്, അതായത് സ്ട്രക്ചർ ഓഫ് മൈൻഡ്. അദ്ദേഹം ഇതിനായിട്ട് കൊണ്ടുവന്ന മെത്തേഡാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. മൈൻഡിന്റെ അതായത് സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ് സൈക്കോളജി പഠിക്കേണ്ടത്, അതായത് സയൻസ് ഓഫ് മൈൻഡ്. ഇത് പഠിക്കാൻ വേണ്ടി സ്ട്രക്ചറലിസം കൊണ്ടുവന്നിട്ടുള്ള ഒരു മെത്തേഡാണ് എന്ത്, ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. ടെക്നിക് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡെവലപ്ഡ് ബൈ വൂണ്ട്. കണ്ടോ, മൈൻഡിനെ പറ്റി പഠിക്കാൻ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വൂണ്ട് കൊണ്ടുവന്ന ടെക്നിക്കാണ് ഇൻട്രോസ്പെക്ഷൻ. Introspection is a method of looking inward at pieces of information passing through consciousness. എന്റെ കോൺഷ്യസ്നെസ്സിലൂടെ പോകുന്ന ഇൻഫർമേഷന്റെ ഓരോ പീസുകളും എടുത്ത്, അതിപ്പോ ഞാൻ ഇന്ന് നടന്ന കേസ് നിങ്ങളെ പഠിപ്പിച്ചോ, അതൊക്കെ എന്റെ ഉള്ളിലൂടെ പോകുന്ന ആ കോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസിന് ഓരോ പീസസും എടുത്ത് പഠിക്കാം. ലുക്ക് അറ്റ് ദ എലമെന്ററി കമ്പോണൻസ് ഓഫ് എൻ ഒബ്ജക്ട് ഓർ പ്രോസസ്, അല്ലെങ്കിൽ ആ എലമെന്ററി വളരെ ചെറിയ ചെറിയ പീസസ് പോലും എടുത്ത്, അതായത് എന്റെ കോൺഷ്യസ് എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിനെ കീറി മുറിച്ച് പഠിക്കുന്ന ആ ഒരു മെത്തേഡിനെ ആയിരുന്നു അത് ഇൻട്രോസ്പെക്ഷൻ എന്ന്. അതായത് സയൻസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ കോൺഷ്യസ് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ മാത്രം സൈക്കോളജി പഠിച്ചാൽ മതി. The method of introspection unfortunately proved problematic. Modern cognitive psychology owed more than a historical depth. ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് ഭയങ്കര പ്രോബ്ലമാറ്റിക് ആണ്. പക്ഷേ ഇപ്പോൾ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ ഇൻട്രോസ്പെക്ഷനെ വിശ്വസിക്കുകയും അവർ നന്നായിട്ട് വൂണ്ടിൽ വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ഇൻട്രോസ്പെക്ഷൻ അവർക്ക് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റിന് കുറച്ചുകൂടെ കാരണം കോഗ്നിഷൻ പഠിക്കണമെങ്കിൽ എന്റെ ഉള്ളിൽ നടക്കുന്ന കോൺഷ്യസ് ആയിട്ടുള്ള ചിന്തകൾ ഞാൻ തന്നെ പറഞ്ഞാലല്ലേ. സോ ആ ഒരു ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് കോംപ്ലക്സ് ആണെങ്കിലും കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് അതൊരു മുതൽക്കൂട്ട് തന്നെയായിരുന്നു. സൂചി വെക്കല്ലേ. A pioneer in the study of many ക്ലാസ് എടുക്കട്ടെ, കുട്ടികളെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. No problem. A pioneer in the study of many cognitive phenomena, he was the first to approach cognitive questions scientifically and the first to try to design experiment to test cognitive theories. എന്തുകൊണ്ടാണ് കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റുകൾ ഇത്രത്തോളം കടപ്പെട്ടിരിക്കുന്നത് വൂണ്ടില്? അവിടെ കോഗ്നിറ്റീവ് സൈക്കോളജിയിലെ പല ഫിനോമിനാസും എടുത്ത് പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് ക്വസ്റ്റ്യൻസ് സയന്റിഫിക്കലി ആസ്ക് ചെയ്യാൻ ഒരു അപ്രോച്ച് നടത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി അല്ലെങ്കിൽ കോഗ്നിറ്റീവ് തിയറീസിന് വേണ്ടി ഒരു എക്സ്പെരിമെന്റ് ചെയ്തിട്ടുള്ളത് വൂണ്ടാണ്. വൂണ്ടിന് ഇൻട്രോസ്പെക്ഷൻ പ്രോബ്ലമാറ്റിക് ആണെങ്കിൽ പോലും മോഡേൺ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് അദ്ദേഹത്തെ വളരെയധികം കടപ്പെട്ടിരിക്കുന്നത്. എന്തുകൊണ്ട്? കോഗ്നിറ്റീവ് ഫിനോമിന ആദ്യമായി പഠിക്കാൻ ശ്രമിച്ചത്, അതുപോലെ കോഗ്നിറ്റീവ് ക്വസ്റ്റ്യൻസ് സയന്റിഫിക്കലി ആൻസർ ചെയ്യാൻ ശ്രമിച്ചത്, അതുപോലെ കോഗ്നിറ്റീവ് തിയറീസ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്തൊക്കെ ആരാണ്? വൂണ്ടാണ്. സോ ഫാദർ ഓഫ് സൈക്കോളജി, ഫാദർ ഓഫ് എക്സ്പെരിമെന്റൽ സൈക്കോളജി, ഫാദർ ഓഫ് സ്ട്രക്ചറലിസം എന്നതിനപ്പുറത്തോട്ട് അദ്ദേഹം കോഗ്നിറ്റീവ് സൈക്കോളജിക്ക് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്ട്രക്ചറലിസം എന്നുള്ള പേര് ശരിക്കും ടിച്ച്നർ ആട്ടോ. ഇതൊരു പോയിന്റ് ആണ്, ടിച്ച്നർ ആണ് കൊണ്ടുവന്നത്. സ്ട്രക്ചർ ഓഫ് മൈൻഡ് ആണ് പഠിക്കുന്നത് എന്നുള്ളതാണ് സ്ട്രക്ചറലിസം. ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വൂണ്ടാണ്. പക്ഷെ വൂണ്ട് അതിന് കൊടുത്ത പേര് വോളണ്ടറിസം എന്നായിരുന്നു കേട്ടോ. നോട്ട് ചെയ്ത് വെച്ചോ. വൂണ്ട് സ്ട്രക്ചറലിസത്തിന് കൊടുത്ത പേര് വോളണ്ടറിസം എന്നായിരുന്നു. സ്ട്രക്ചറലിസം എന്ന പേര് കൊടുത്തത് എഡ്വാർഡ് ബി ടിച്ച്നർ. ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? പറഞ്ഞേ, ഓക്കെ ആണോ? വെരി ഗുഡ്. ഇനി സ്ട്രക്ചറലിസത്തിന്റെ മെയിൻ ഒരു പ്രൊപ്പണന്റ് ആണ് എഡ്വാർഡ് ബി ടിച്ച്നർ. ഈ സ്ട്രക്ചറലിസം എന്ന പേര് കൊടുത്ത അദ്ദേഹമാണ്. ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്നത് വൂണ്ടാണെങ്കിൽ വൂണ്ട് അതിന് കൊടുത്ത പേര് വോളണ്ടറിസം ആയിരുന്നു കേട്ടോ. വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിരുന്നു കേട്ടോ ടിച്ച്നർ. വാസ് എ സ്റ്റുഡന്റ് ഓഫ് വൂണ്ട് who applied the term structuralism to his own endeavors as well as to Wundt's. അദ്ദേഹത്തിന്റെയും വൂണ്ടിന്റെയും ഈ ഒരു സ്ട്രക്ചർ ഓഫ് മൈൻഡിന്റെ സ്റ്റഡീനെ സ്ട്രക്ചറലിസം എന്ന പേര് കൊണ്ടുവന്ന് ടിച്ച്നർ ആയിരുന്നു. The term was meant to convey Wundt's focus on what the element component of the mind are rather than on question of why mind works as it does.
എങ്ങനെ മൈൻഡ് വർക്ക് ചെയ്യുന്നതല്ല, മൈൻഡിന്റെ എലമെന്റ്സ് ആണ് പഠിക്കുന്നത്. അതിനെയാണ് സൈക്കോളജി ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള ടിച്ച്നറും പറഞ്ഞത്. സോ ആ ഒരു കോൺസെപ്റ്റിന് ടിച്ച്നർ കൊടുത്ത പേരാണ് സ്ട്രക്ചറലിസം, വൂണ്ട് കൊടുത്ത പേര് വളണ്ടിയറിസം എന്നാണ്. വളണ്ടറലി നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യം, അതുകൊണ്ടാണ് വളണ്ടറിസം, ബിക്കോസ് ഇറ്റ് ഇസ് കോൺഷ്യസ് എക്സ്പീരിയൻസ്. ഈ ഫോം സ്കൂൾ ഓഫ് സ്ട്രക്ചറലിസം ഇൻ USA. ജർമ്മനിയിലായിരുന്നു വൂണ്ട്, ലെപ്സിക് യൂണിവേഴ്സിറ്റിയിലാണ് വൂണ്ടിന്റെ ഒക്കെ കാര്യങ്ങൾ. ഇനി USA സ്ട്രക്ചറലിസം ഫോം ചെയ്തു, USA സ്ട്രക്ചറലിസം കൊണ്ടുവന്നൊക്കെ വൂണ്ടിന്റെ സ്റ്റുഡന്റ് ആയിട്ടുള്ള എഡ്വാർഡ് ബി ടിച്ച്നർ ആണ്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഇന്ന് ഞാൻ ഇത്രേ എടുക്കുന്നുള്ളൂ. നമുക്ക് നാളെയും കൂടെ നമ്മുടെ ഫ്രീ ക്ലാസ് ഉണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. റെഗുലർ ക്ലാസ് നമ്മൾ പിന്നെ ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഫസ്റ്റ് ചാപ്റ്റർ കഴിഞ്ഞിട്ട് പേഴ്സണാലിറ്റി അങ്ങനെ ഓരോന്നിന്റെ ഫസ്റ്റ് ചാപ്റ്റർ കുറച്ച് വിശദീകരിച്ചിട്ടാണ് നമ്മൾ എടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത് കേട്ടോ. അത് നെറ്റ് ഓറിയന്റഡ് ആയിട്ട്, അത് അഡീഷണൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസും അതിലൂടെ പാസ് ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോ hope the class was productive and informative. നാളെ നമ്മൾ വീണ്ടും കാണും. അതുവരെ it's me, Afa Abdul Nafi, signing off. Bye and take care. Thank you, ma'am. Thank you, ma'am.